ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കുറേ പേര് നമ്മളുടെ അടുത്ത് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുമോ, പിന്നെ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ വിളിച്ച് നമ്മൾ കുറേ പേര് നമ്മളുടെ അടുത്ത് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും പോയി ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല. പിന്നെ ഞാൻ വലിയ ഗാർഡനറൊന്നുമല്ല, നിങ്ങളെപ്പോലെ സാധാ ഒരു വീട്ടമ്മ തന്നെയാണ്. അപ്പൊ എൻ്റെ വീടിന്റെ മുറ്റം മനോഹരമാക്കി കിടക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ തോട്ടത്തിൽ വേണ്ടത് ഒരു അടുക്കും ചിട്ടയാണ്. അടുക്കും ചിട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ പാത്രങ്ങൾ അടക്കി ഒതുക്കി വെക്കില്ലേ, അതുപോലെ തന്നെ അടക്കി ഒതുക്കി വെച്ചാലാണ് നമ്മുടെ തോട്ടങ്ങൾ കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റോസിന്റെ കട നിൽക്കണ്, അതിന്റെ ചുറ്റും വേറെ കുറെ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ റോസുകൾ മാത്രം ഒരുമിച്ചാക്കാം. ഒരു കള്ളി തിരിച്ചിട്ട് അതിനെ ഒരുമിച്ചാക്കാം. പിന്നെ വേറെ ചെടികൾ ഉണ്ടെന്ന് വെച്ചാൽ അതിനെ ഒരു സെറ്റാക്കി തിരിക്കാം. അങ്ങനെ നമ്മ ഒരു ചെടി തന്നെ എല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഭംഗി കിട്ടുള്ളൂ. അല്ലാതെ നമ്മ ഒരു ചെടിയുടെ ഉള്ളിൽ വേറെ ചെടികൾ നിൽക്കുമ്പോൾ അങ്ങനെ ഭംഗി കിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്തേക്കണത് അങ്ങനെയാണ്. ഒരു ചെടി ഇപ്പൊ റോസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ കള്ളിയിൽ റോസ് മാത്രം വെച്ചേക്കണ്, വേറെ ചെടിയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം സെറ്റ് ചെയ്തേക്കണം. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയായിരുന്നു മുന്നേ. ഇവിടെ നല്ല പച്ചപ്പായിരുന്നു, ഒരു സൈഡ് നിറച്ച് നല്ല ബോർഡർ ഗ്രാസ് മൊത്തം പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പക്ഷെ ആ പുല്ലിനൊരു കേട് വന്നിട്ട് അത് നശിച്ചു പോയി, മൊത്തം നശിച്ചു പോയിരുന്നു. ഒരു വശത്ത് കേട് വന്നിട്ട് മൊത്തം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറെ മരുന്നുകൾ ചെയ്തെങ്കിലും കാര്യം ഉണ്ടായില്ല. എന്നിട്ട് ലാസ്റ്റ് ഒക്കെ പറിച്ച് കളയേണ്ടി വന്നു. ഭയങ്കര സങ്കടമായിരുന്നു. അത്രയും നല്ല ഭംഗിയുള്ള സാധനം നമുക്ക് പറിച്ചു കളയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അതിനുശേഷമാണ് ഞാൻ ഈ റെഡ് പ്ലാന്റ് വെച്ചത്. റെഡ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ആ സങ്കടത്തിനേക്കാളും 4 ഇരട്ടി സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ നല്ല അതിലും ഭംഗിയായിട്ട് തന്നെ എൻ്റെ ഗാർഡൻ നിൽക്കണുണ്ട് കേട്ടോ. പച്ചക്കറി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഗാർഡൻ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പൊ പച്ചക്കറി ഇഷ്ടപ്പെടുന്നവരായാലും നമുക്ക് ഈ ഗാർഡൻ സെറ്റ് ചെയ്യണ പോലെ തന്നെ നമുക്ക് പച്ചക്കറികളും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എങ്ങനെ പച്ചക്കറി തോട്ടം നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഓരോ ഐഡിയകൾ ചെയ്യുകയാണെങ്കിൽ പച്ചക്കറി തോട്ടം കാണാനും നമ്മുടെ ഗാർഡൻ പോലെ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ പുല്ല് എങ്ങനെ വരാണ്ടിരിക്കണേ, ഇത്രയും പുല്ലില്ലാണ്ട് എങ്ങനെ കിടക്കണേ, ഞാൻ എന്താ ചെയ്യണേന്നാണ് എല്ലാവരും ചോദിക്കണത്. അപ്പൊ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് കുത്തിയിരുന്ന് പറിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കടയപ്പാടി പറിച്ച് കളഞ്ഞാലാണ് പുല്ല് വരാണ്ടിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഡെയിലി അടിച്ചു കൊടുക്കുക, മിറ്റടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന ഘടകം. പുല്ല് പറിച്ചു കളഞ്ഞതിന് ശേഷം മിറ്റടിക്കുക, ഡെയിലി മിറ്റടിക്കുക. കുറച്ച് നേരമെങ്കിലും അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്